ഇന്നും ട്രക്ക് എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമൊന്നും ഇന്ന് കാണുന്നില്ല. കാരണം അത് അവർ പറയുന്നത് കാരണം ഡ്രൈവേഴ്സിന് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ കാരണം. അതിനെ അതിജീവിക്കുന്ന തരത്തിൽ എന്തെങ്കിലും മെക്കാനിസം ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ ട്രക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ നമ്മളോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ എല്ലാ ദിവസവും അപകടം നടന്നത് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ദിവസവും ഈ തെരച്ചിൽ നടക്കുന്ന പ്രദേശത്ത് സാക്ഷിയായി ഈ അർജുനുണ്ട്. അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനുണ്ട്. എന്താണ് ഇന്ന് 11ാമത്തെ ദിവസമാണ്. 9ാമത്തെ ദിവസം നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി ട്രക്ക് കണ്ടെത്തി. ഇന്നലെ രാവിലെ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വന്നത്. വൈകുന്നേരത്തോടുകൂടി അവിടെ ഇറങ്ങാൻ കഴിയുന്നില്ല നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക്. ജിതിന് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു. എന്തു തോന്നുന്നു ഇപ്പോൾ? ഇന്നും ട്രക്ക് എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമൊന്നും ഇന്ന് കാണുന്നില്ല. കാരണം അത് അവർ പറയുന്നത് കാരണം ഡ്രൈവേഴ്സിന് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ കാരണം. അതിനെ അതിജീവിക്കുന്ന തരത്തിൽ എന്തെങ്കിലും മെക്കാനിസം ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ ട്രക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ സാധാരണ മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങാൻ കഴിയുന്നതിൻ്റെ 4 ഇരട്ടിയിലധികം വേഗതയിലാണ് ഇപ്പോൾ ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അത് കുറയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ പറയുന്ന മനുഷ്യസാധ്യമായതൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കത് അനുഭവപ്പെടുന്നു. അതെ, ഇവർ ചെയ്യുന്നുണ്ട്, മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് ചിന്തിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യതമല്ലാതെ വേറെ എന്തെങ്കിലും മിഷനറി എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും, എൻ്റെ ആശങ്ക മാത്രമാണ്. അതിന് അറിയില്ല അതിൻ്റെ എത്രത്തോളം അതിന് ഡെപ്തുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ആശങ്കയാണ് പങ്കുവെച്ചത്. ആ രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ മനുഷ്യസഹജമായിട്ടുള്ള കാര്യം ഇനി ഇവിടെ സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല ഇനി പറ്റില്ല എന്നൊന്നും. പക്ഷേ യന്ത്രങ്ങളുടെ എന്തെങ്കിലും സഹായം ഉപയോഗിച്ചിട്ട് തന്നെ ഇനി ആ ട്രക്ക് എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം കൺഫേം ആക്കേണ്ടതെല്ലാം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ്. കാത്തിരിക്കുന്നു അവരെന്ത് പറയുന്നതെന്ന് പറയുന്നത്. ട്രക്കിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ ഒഴുകിപ്പോയി അത് തങ്ങളുടെ ലോറിയിലുള്ള തടിക്കഷ്ണമാവാമെന്നൊരു സംശയം മുനീബൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. പോലീസാണ് അതിൽ ഒരു സ്ഥിരീകരണം വരുത്തേണ്ടത്. ജിതിൻ എന്താണ് തോന്നുന്നത്? അല്ല, ഇവരുടെ ഭാഗത്തുനിന്ന്, ഓണർമാരുടെ ഭാഗത്തുനിന്ന് അത് അവർ നമ്മുടെ വണ്ടിയിലുള്ളതാണെന്നാണ് അവർ സ്ഥിരീകരിക്കുന്നത്. പക്ഷേ നമുക്കത് ഇവിടെ ഒഫീഷ്യലുള്ള ആൾക്കാർ പറയുമ്പോഴാണ് കൂടുതൽ വിശ്വാസ്യത വരിക. അത് സ്വാഭാവികമാണ്. അവരുറപ്പിച്ച് കഴിഞ്ഞതാണ് ഇത് അവരുടേതാണെന്നുള്ളത്, ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ തന്നെയാണെന്നുള്ളത്. പക്ഷേ ഇവർക്ക് ഇതിൻ്റെ സ്ഥിരീകരണം നടത്തേണ്ടി വരുമോ എന്ന് നടത്തേണ്ടതായിട്ടുണ്ടാകാം. ഇവിടെ ജിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യസാധ്യമായതൊക്കെയും ഇവിടെ സർക്കാരുകൾ മറ്റു സംവിധാനങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ യന്ത്രങ്ങളുടെ സഹായത്തോടെ കണ്ടെത്താനാവുമോ, അത് പരിശോധിച്ചുകൂടെ എന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ജിതിൻ്റെ ഒരു പ്രതീക്ഷയും അതുതന്നെയാണ്. കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിൽ കണ്ടെത്താനാവും എന്ന പ്രതീക്ഷ ഇപ്പോഴും ജിതിൻ പങ്കുവെക്കുന്നുണ്ട്.